ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. വിവാഹമോചനത്തിൻ്റെ നടപടിക്രമങ്ങൾക്കൊക്കെയായിട്ട് വക്കീൽ സുമിത്രയെ വിളിച്ചിരുന്നു. അപ്പോൾ സുമിത്ര കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛനോടും അനന്യയോടുമൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം സുമിത്രയും പ്രതീഷും ചേർന്ന് പോവുകയാണ്. അപ്പോൾ അവർ പോകാനായിട്ട് അവരിറങ്ങി വെളിയിലേക്ക് എത്തിയതും അവിടേക്കൊരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിൽ മറ്റാരും ആയിരുന്നില്ല, ശ്രീകുമാർ ആയിരുന്നു. ശ്രീകുമാർ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഉടനെ സുമിത്ര ചോദിക്കുകയാണ്, ശ്രീ എന്താ വന്നത്? അപ്പോൾ ശ്രീകുമാർ പറഞ്ഞു, ഏട്ടത്തി വക്കീലിൻ്റെ അടുത്ത് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, ഞാനും കൂടെ വരാം. ഉടനെ സുമിത്ര വീണ്ടും ചോദിക്കുകയാണ്, ഞാനിന്ന് വക്കീലിൻ്റെ അടുത്ത് പോകുന്ന കാര്യം ശ്രീയോട് പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ ഉടനെ പ്രതീഷ് പറഞ്ഞു, ഞാൻ അമ്മേ ശ്രീയങ്കളിനെ വിളിച്ചു പറഞ്ഞത്. നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളല്ലേ അങ്കിള്, ഈ ഒരു കാര്യത്തിനും കൂടെ ഉണ്ടാവണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചേ. ഉടനെ ശ്രീകുമാർ ചോദിക്കും, അല്ല ഞാൻ കൂടെ വരുന്നതുകൊണ്ട് ഏട്ടത്തിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പം പുറത്തേക്ക് വന്ന അച്ചാച്ചൻ പറയാം, ഇവരെ മാത്രം വിട്ടാൽ ശരിയാവില്ല ശ്രീ, ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ, സമ്മതിച്ചില്ല. എന്റെ മകൻ തനിച്ചല്ല വരുന്നത്, അവിടെ ആ സ്ത്രീയും കാണും, ഇവൾ തളർന്നു പോകാൻ പാടില്ല. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞു, ആ സ്ത്രീ അവിടെ വന്നാൽ എനിക്ക് സഹിക്കില്ല അച്ചച്ച, ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു പോകും. അപ്പോൾ അച്ചച്ചൻ പറഞ്ഞു, അതുകൊണ്ടാണ് നിന്റെ അമ്മ പറഞ്ഞപ്പോൾ നിന്നെ തനിച്ച് വിടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഉടനെ സുമിത്ര പറഞ്ഞു, നീ അവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് വരുന്നതെങ്കിൽ നീ എൻ്റെ കൂടെ വരണമെന്നില്ല, ഞാൻ തനിച്ചു വയ്ക്കോളാം. ഉടനെ ശ്രീകുമാർ പറഞ്ഞു, ഏട്ടത്തിയെ തനിച്ചുവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, വരണ്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ വരും. അല്ല പെട്ടെന്നെന്താ വക്കീൽ ഇപ്പോൾ വിളിക്കാൻ കാരണം? കുറച്ചുനാൾ പിരിഞ്ഞു താമസിക്കാനല്ലേ വക്കീൽ പറഞ്ഞത്? 2 ദിവസമായപ്പോൾ തന്നെ സിദ്ധുവേട്ടന് കോടതി കയറാൻ തിടുക്കമായോ? ഉടനെ അനന്യ പറഞ്ഞു, തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇവിടെ ആർക്കും വേണ്ടെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ വേദികാന്റി പറയിപ്പിക്കുകയാണ്, അതുകൊണ്ടല്ലേ ജോയിൻ പെറ്റീഷൻ ഒപ്പിടാൻ ഇത്ര വെപ്രാളം. ഉടനെ അച്ചാച്ചൻ പറയും, എൻ്റെ മകൻ്റെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അപമാനത്താൽ എൻ്റെ തല കുനിയുകയാണ്. എന്നിട്ട് സുമിത്രയോട് ചോദിക്കുക, ഈ ബന്ധം അറ്റുപോയാൽ പിന്നെ നീ എന്ത് ചെയ്യും മോളെ? ഉടനെ സുമിത്ര പറയാണ്, 25 കൊല്ലമായി ആരും എന്നോട് ചോദിക്കാത്ത ചോദ്യമായത്. ഈയിടെയാണല്ലോ ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുൻപിൽ ഉയരുന്നത്. ഇതിൻ്റെ ഉത്തരം 25 കൊല്ലം മുൻപേ കണ്ടുവച്ചിട്ടല്ലച്ച ഞാൻ ഈ വീട്ടിൽ കയറി വന്നത്. ഇനി അതിന് ഉത്തരം ഉണ്ടാവും. ഉത്തരം ഉണ്ടായാലേ പറ്റൂ. പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ പോകുന്നതും നോക്കി അച്ചാച്ചനും അനന്യയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അച്ചാച്ചനകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അനന്യ അവിടെ നിൽക്കുകയായിരുന്നു. പിന്നീട് അനന്യ നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിരുദ്ധ്. വന്നതും ഉടനെ അനന്യ ചോദിച്ചു, നിന്റെ അമ്മ വക്കീലിനെ കാണാൻ പോയത് നീ അറിഞ്ഞില്ലേ അനിരുദ്ധ്? ഉടനെ അനിരുദ്ധ് പറയാം, അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനങ്ങൾ തീർപ്പാക്കുന്നത് കോടതിയിലല്ലേ സാധിക്കൂ, 2 പേര് സെപ്പറേറ്റ് ആവുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവിക കാര്യങ്ങളല്ലേ ഇത്? ഉടനെ അനന്യ വീണ്ടും ചോദിക്കുക, നീ ഈ പറയുന്നത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളാണെന്നുള്ള ബോധം നിനക്കുണ്ടോ? ഉടനെ അനിരുദ്ധ് പറഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അനന്യ വീണ്ടും ചോദിക്കുകയാണ്, അച്ഛനും അമ്മയും ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ഒരു മൂത്ത മകനെന്ന നിലയിൽ നിന്റെ കടമകൾ നീ ചെയ്യുന്നതായി നിനക്ക് തോന്നുന്നുണ്ടോ? ഉടനെ അനിരുദ്ധ് വീണ്ടും പറയാം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല എൻ്റെ അച്ഛനും അമ്മയും. അവരുടെ മാനസിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഇത് കേട്ടതും അനന്യ ഷൗട്ട് ചെയ്യുന്ന പോലെ തന്നെ പറയാണ്, അവർ പിരിയുന്നതിന് അനുകൂലമായിട്ടാണ് നീ പലപ്പോഴും നിലപാടെടുക്കുന്നത് എന്ന് എനിക്കറിയാം. പ്രതീഷിന്റെ ജീവിതത്തെപ്പറ്റി നീ ഉത്കണ്ഠപ്പെടുന്നത് കണ്ടല്ലോ. ആ ഉത്കണ്ഠ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ നിനക്കില്ലാതെ പോയത് എന്താ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് എന്നപ്പോൾ അനിരുദ്ധ് ചോദിക്കുക. അപ്പോൾ അനന്യ പറഞ്ഞു, അവരുടെ പ്രശ്നത്തിൽ നീ ഇടപെടണമായിരുന്നു, നിനക്ക് എന്താ അതിന് കഴിയാതെ പോയത്? അപ്പോഴും അനിരുദ്ധ് ഒരുമാതിരിയുള്ള ചോദ്യമാണ്. പിരിയാൻ തീരുമാനിച്ചവരെ തിരുത്താൻ ശ്രമിച്ചിട്ട് എന്ത് പ്രയോജനം? അനിരുദ്ധ്, സെപ്പറേറ്റായി താമസിക്കുന്നത് പോലെയല്ല അവർ പോയി കോടതിയിൽ ചെന്ന് ഒപ്പിട്ട് പിരിയുന്നത്. നിയമപരമായി അവർ തമ്മിൽ പിരിയും. നിയമപരമായി സുമിത്രാൻ്റെയും സിദ്ധു അങ്കിളും അന്യരായി തീരും. അവരങ്ങനെ തീരേണ്ടവരാണോ? അങ്ങനെ ആയി തീരാൻ ആഗ്രഹിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അനന്യ വീണ്ടും ചോദിക്കുക, ഇക്കാര്യത്തിൽ എനിക്കുള്ള ടെൻഷൻ്റെ ഒരു അംശം പോലും നിനക്കില്ലല്ലോ. അപ്പോൾ അനിരുദ്ധ് പറയുകയാണ്, ഇക്കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവർ തീരുമാനിച്ചത് നടക്കൂ. ഇതും പറഞ്ഞ് അനിരുദ്ധ് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അനന്യ വിളിക്കുകയാണ്, അനി, അങ്ങനെ നീ ഒഴിഞ്ഞു മാറാൻ നിൽക്കരുത്. മൂത്ത മകനെന്ന നിലയിൽ നീ നിന്റെ കടമ നിറവേറ്റണം. ഉടനെ അനിരുദ്ധ് ചോദിക്കുക, ദേ നീ എൻ്റെ ചുമതലയെ പറ്റി പറയാതെ എന്ത് ചെയ്യണം എന്ന് നീ പറയേ. ആൻറ്റി വക്കീലിനെ കാണാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഭർത്താവിനാൽ ഇത്രയധികം അവഹേളിക്കപ്പെട്ട ആൻറ്റിയെ തടഞ്ഞു നിർത്താനാവില്ല. നീ നിന്റെ അച്ഛനെ വിളിച്ച് ഈ ലീഗൽ ആക്ടിവിറ്റിയിൽ നിന്നും മാറി നിൽക്കാൻ പറയേ. ഉടനെ അനിരുദ്ധ് പറയാം, അനു, നീ വിചാരിക്കുന്ന പോലെ ജീവിതത്തെപ്പറ്റി ഒന്നും അറിയാത്ത 2 വ്യക്തികളല്ല എൻ്റെ അച്ഛനും അമ്മയും. അവർക്ക് 2 പേർക്കും ജീവിതത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ചയുണ്ട്. ജീവിതം എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ചെയ്യും. അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞാലും അവർ അത് തന്നെ ചെയ്യും.
പിന്നെ അതിൽ ഞാനെന്തിനാ ഇടപെടുന്നത്? എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അവരത് കോടതിയിൽ നിന്ന് പഠിക്കട്ടെ. ഇതേസമയം സുമിത്രയും പ്രതീഷും ശ്രീകുമാറും വക്കീലിനെ കാണാൻ എത്തിയിരുന്നു. അപ്പോൾ പ്രതീഷ് കാറിൽ നിന്ന് ഇറങ്ങിയതും പറയാം, അച്ഛൻ്റെ കാർ ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ കൃത്യസമയത്ത് എത്തി, അച്ഛൻ ലേറ്റാകുമോ? അപ്പോൾ ശ്രീകുമാർ പറഞ്ഞു, സിദ്ധുവേട്ടൻ വരുമ്പോൾ വരട്ടെ, നമുക്ക് വക്കീലിനെ കണ്ട് എല്ലാം സംസാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് സുമിത്രയോടായിട്ട് ചോദിച്ചു, ഏട്ടത്തി എന്ത് പറയുന്നു? അപ്പോൾ സുമിത്ര പറഞ്ഞു, 10:30 ഞാൻ എത്താമെന്ന് വക്കീലിന് വാക്ക് കൊടുത്തതാണ്, തെറ്റിക്കണ്ട, വാ നമുക്ക് വക്കീലിനെ കാണാം. അപ്പോൾ ശ്രീകുമാർ വീണ്ടും സുമിത്രയോട് പറയുകയാണ്, വക്കീലിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഏട്ടത്തി തുറന്ന് സംസാരിക്കണം. ഏട്ടത്തിയുടെ ഭാഗത്ത് നിന്നൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീടത് അങ്ങനെ പറയാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നരുത്. അപ്പോൾ പ്രതീക്ഷ പറയുക, അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം ഓപ്പണായിട്ട് പറയണം, അല്ലാതെ വക്കീൽ പറയുന്ന എല്ലായിടത്തും ഒപ്പിട്ട് കൊടുക്കരുത്. ഉടനെ സുമിത്ര ചോദിക്കുക, ഇനി ഈ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ? നമ്മളിവിടെ വന്നത് ആരോടും തർക്കിച്ച് ജയിക്കാനല്ലല്ലോ. എനിക്കും നിൻ്റെ അച്ഛനും ഇടയിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, അത് തീർക്കാനാ. അതിനപ്പുറത്തേക്ക് ആരും ഒന്നും കരുതണ്ട, വാ എന്നും വിളിച്ചുകൊണ്ട് സുമിത്ര വക്കീലിൻ്റെ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും ശ്രീകുമാറും പ്രതീഷും കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ വക്കീലിൻ്റെ അടുത്തെത്തി. അങ്ങനെ അവർ കയറി വന്നിരുന്നതും വക്കീൽ ചോദിച്ചു, ഇതൊക്കെ ആരാ? അപ്പോൾ സുമിത്ര പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണ് സാർ, മറ്റേതെൻ്റെ മകനും. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി, അദ്ദേഹം വരില്ലേ സാർ? അപ്പോൾ വക്കീൽ പറഞ്ഞു, ലേറ്റ് ആവേണ്ട കാര്യമില്ല, അയാൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഇന്ന് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങളെത്തുന്ന കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്, ആവശ്യക്കാരൻ അയാളായതുകൊണ്ട് വരും, വരാതിരിക്കില്ല. എന്നിട്ട് സുമിത്രയോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? സിദ്ധാർത്ഥിനോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും വ്യവസ്ഥകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, ഞാൻ അയാളോട് സംസാരിക്കാം. ഈ ഡിവോഴ്സ് കേസിൽ സുമിത്രയ്ക്കാണ് അപ്പർ ഹാൻഡ്. ഈ സമയത്ത് അയാളിൽ നിന്ന് എന്ത് ഡിമാൻഡ് വെച്ചാലും നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ അയാൾ തയ്യാറാണ്. അപ്പോൾ സുമിത്ര പറഞ്ഞു, സാറ് പറയുന്നത് ശരിയാ, എന്ത് ചോദിച്ചാലും ഈ സമയത്ത് എനിക്ക് കിട്ടുമെന്നറിയാം. ഒന്നൊഴികെ 25 കൊല്ലക്കാലം ഞാൻ നയിച്ച ദാമ്പത്യ ജീവിതം, ആ ജീവിതം ഇനി ചോദിച്ചാൽ കിട്ടില്ലല്ലോ. ആ ജീവിതം എനിക്ക് വേണമെന്ന് വാദിച്ചാലും കിട്ടില്ലല്ലോ. അത് കൈമോശം വന്നു പോയില്ലേ സാർ? അതിന് തുല്യം, അതിനേക്കാൾ വിലയേറിയ മറ്റെന്താണ് ഞാൻ ചോദിക്കേണ്ടത്? ഒരു ഭാര്യയ്ക്ക് അവളുടെ ദാമ്പത്യത്തേക്കാൾ വിലയേറിയതായി മറ്റൊന്നും ഈ ലോകത്തില്ല സാർ. ഇതൊക്കെ പറയുമ്പോൾ സുമിത്ര വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന വക്കീലിന് തല താഴ്ത്തിയിരിക്കാനല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീകുമാർ ചോദിക്കുക, സിദ്ധുവേട്ടൻ എന്താ സാർ വൈകുന്നത്? ഇനി വരാതിരിക്കുമോ? അപ്പോൾ വക്കീൽ പറഞ്ഞു, പെറ്റീഷൻ ഇന്ന് തന്നെ കോടതിയിൽ കൊടുക്കേണ്ടതുകൊണ്ട് അയാൾ വരും. ഉടനെ പ്രതീക്ഷ ചോദിക്കുക, ഇന്ന് തന്നെ കൊടുക്കണോ സാർ? അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇന്ന് തന്നെ കൊടുത്തേക്കാം, പിന്നെ എല്ലാം കോടതി പറയുന്നത് പോലെ ചെയ്താൽ മതി. ഉടനെ സുമിത്ര ചോദിച്ചു, കോടതി എന്തായിരിക്കും സാർ പറയുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തിൽ കോടതി എന്ത് പറയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ഈ കേസ് കോടതി കാണണമെന്നുമില്ല. ഞാൻ പറയുന്നത് വെറും സാധ്യതകൾ മാത്രമാണ്, അത് എത്രമാത്രം സംഭവ്യമാണെന്ന് കോടതി തീരുമാനിക്കും. അപ്പോൾ ശ്രീകുമാർ പറയുക, സിദ്ധുവേട്ടൻ വരാൻ വൈകുന്നതിൽ എന്തോ കാരണമുണ്ട് സാർ, ഇനി ഇത് മറന്നിട്ട് ഓഫീസിൽ പോയോ എന്നറിയില്ല. അപ്പോൾ വക്കീൽ പറയും, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. അതേസമയം സിദ്ധാർത്ഥും വേദികയും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കാറിൽ നിന്ന് ഇറങ്ങിയതും സിദ്ധാർത്ഥ് വക്കീലിൻ്റെ ഫോണും എടുത്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് സാർ. അപ്പോൾ വക്കീൽ പറയും, എത്തിയിട്ടുണ്ടെങ്കിൽ കയറി വരൂ. അപ്പം കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വേദിക സിദ്ധാർത്ഥിനോട് ഉപദേശിക്കുകയാണ്. അവർ എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറരുത്. വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അറിയാലോ, ജോയിൻ പെറ്റീഷൻ കോടതിയിൽ കൊടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അകത്ത് കയറുമ്പോൾ നിങ്ങളെന്നെ മറന്നു കളയരുത്. ഉടനെ സിദ്ധാർത്ഥ പറഞ്ഞു, കാര്യത്തോടടുക്കുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും, വരൂ എന്നും വിളിച്ചുകൊണ്ട് വേദികയുമായി വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥൊക്കെ വക്കീലിൻ്റെ റൂമിൻ്റെ അകത്തെത്തി. ഞങ്ങൾ ലേറ്റ് ആയിട്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവരെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ മാറിയിരുന്നു. ഇരുന്നതിന് ശേഷം സിദ്ധാർത്ഥ് ഇങ്ങനെ സുമിത്രയെ നോക്കുകയാണ്. ഉടനെ പ്രതീക്ഷ ചോദിക്കുക, അച്ഛൻ വന്നത് അമ്മയായിട്ടുള്ള ബന്ധം ഒഴിയാനല്ലേ, അതിന് ഈ സ്ത്രീയെ എന്തിനാണ് കൊണ്ടുവന്നത്? ഉടനെ സുമിത്ര പറഞ്ഞു, പ്രതീഷ്, നിൻ്റെ അച്ഛൻ്റെ കൂടെ വരുന്നവരെ പറ്റി നീ എന്തിനാണ് ചിന്തിക്കുന്നത്? അവരുടെ കൂടെ ആരാണ് വരേണ്ടതെന്ന് അവരാണ് ചിന്തിക്കേണ്ടത്. ഉടനെ ശ്രീകുമാറും ചോദിച്ചു, സിദ്ധുവേട്ടാ, ഈ സമയത്ത് ഇവരെ കൊണ്ടുവന്നത് ഏട്ടത്തിയെ അപമാനിക്കാനല്ലേ? ഇന്നിവിടെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ സിദ്ധുവേട്ടനും ഏട്ടത്തി എത്തിയതിൻ്റെ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാരണത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ലല്ലോ. ഉടനെ സുമിത്ര ശ്രീയോട് പറയാണ്, ശ്രീ, നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ? ഉടനെ വേദിയെ കയറി പറയുകയാണ്, സിദ്ധുവിൻ്റെ കൂടെ ഞാൻ വന്നത് നിങ്ങൾക്ക് ആർക്കും ഡൈജസ്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം, തൽക്കാലം അത് സഹിച്ചേ പറ്റൂ. ഉടനെ സുമിത്ര പറഞ്ഞു, വേദിക, ഞാനും സിദ്ധുവേട്ടനും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ നീ അഭിപ്രായം പറയണ്ട, പറഞ്ഞാൽ നിനക്കറിയാമല്ലോ എന്നെ. ഉടനെ സിദ്ധാർത്ഥ് ഷൗട്ട് ചെയ്യുക, നീ എന്തിനാ ഇവളെ പറയുന്നത്? ഇവിടെ നമ്മൾ എന്തിനാ വന്നതെന്ന് എല്ലാവർക്കും അറിയാം.
എൻ്റെ കൂടെ വന്നയാളെ ഇവിടെ പ്രവേശനമില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം. ഉടനെ വക്കീൽ പറഞ്ഞു, ഏയ് നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ സിദ്ധാർത്ഥവും സുമിത്രയും തമ്മിലുള്ള കണ്ടീഷൻസ് എല്ലാം പറഞ്ഞ് സെറ്റായോ? അപ്പോൾ സുമിത്ര പറഞ്ഞു, കണ്ടീഷൻസ് കുറേ നാളായി പറയുകയാണ് സാർ. അത് ചർച്ച ചെയ്താൽ ഒരിടത്തും കൂട്ടിമുട്ടില്ല. അപ്പോൾ ശ്രീകുമാറും പറഞ്ഞു, ഏട്ടത്തിയുടെ കണ്ടീഷൻസ് ചർച്ചയ്ക്ക് വെച്ചാൽ ഈ ഡിവോഴ്സ് നീണ്ടുപോകും സാർ. ഞങ്ങൾ എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ടും ഉപാധികളൊന്നും ഇല്ലാതെ ഒപ്പിടാൻ വന്നിരിക്കുക ഏട്ടത്തി. അപ്പോൾ പ്രതീഷ് പറയുകയാണ് അച്ഛനോട്, അച്ഛാ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ പോകുന്ന ഈ ഡിവോഴ്സ് എൻ്റെ അമ്മയുടെ ഔദാര്യമാണ്. എൻ്റെ അമ്മ ഇന്നിവിടെ വരാൻ കാണിച്ച മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അനുവാദം കിട്ടാൻ പോകുന്നത്. അപ്പോൾ സുമിത്ര പറഞ്ഞു, സാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അധിക നേരം ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വക്കീൽ ആ പെറ്റീഷൻ അവരുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഈ പെറ്റീഷനിൽ 2 പേരും ഒപ്പിടണം. അപ്പോൾ 2 പേരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖവും പെട്ടെന്ന് വല്ലാതായി. അപ്പോൾ ഉടനെ വക്കീൽ പറഞ്ഞു, ആരാ ആദ്യം ഒപ്പിടുന്നത്? ഒപ്പിട്ടോളൂ. അപ്പോൾ സുമിത്ര തന്നെ ആദ്യം പെറ്റീഷനിൽ ഒപ്പുവയ്ക്കുകയാണ്. അപ്പോൾ സുമിത്ര ഒപ്പുവയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുമിത്ര ഒപ്പുവയ്ക്കുന്നതും സുമിത്രയെയും ഇങ്ങനെ സിദ്ധാർത്ഥ് മാറി മാറി നോക്കുകയാണ്. അപ്പോൾ സുമിത്ര ഒപ്പുവയ്ക്കുന്നത് കണ്ടപ്പോൾ വേദിക്ക് സന്തോഷമായി. വേദി ഇരുന്ന് ചിരിക്കുക. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. സിദ്ധാർത്ഥ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ശ്രീക്കും പ്രതീഷിനും വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ വക്കീലും സുമിത്രയെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ സുമിത്ര എല്ലാ ഒപ്പുകളും ഇട്ടതിന് ശേഷം പേന അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്തോ വലിയൊരു കാര്യം നേടിയെടുത്തു എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് വേദിക. അപ്പോൾ വക്കീൽ സുമിത്രയോട് ചോദിച്ചു, നിങ്ങളിത് വായിച്ചു നോക്കിയിട്ടാണോ ഒപ്പിട്ടത്? അപ്പോൾ സുമിത്ര പറഞ്ഞു, വായിച്ചു നോക്കാൻ താല്പര്യമില്ല സാർ. എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിന് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. എന്നിട്ട് സുമിത്ര വീണ്ടും ചോദിക്കുകയാണ്, ഇനി എവിടെയെങ്കിലും ഞാൻ ഒപ്പിടണോ സാർ? അപ്പോൾ വക്കീൽ പറയും, വേണ്ട, ഇനി സിദ്ധാർത്ഥ് ഒപ്പിടൂ. പക്ഷേ സിദ്ധാർത്ഥ് ഇരുന്നിടത്തുനിന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് വളരെ കുറ്റബോധത്തോടു കൂടി സുമിത്രയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സുമിത്രയും സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.